ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ചേമ്പും താളും കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പം നമുക്ക് നമ്മുടെ തൊടിയിലെല്ലാം ഉള്ള ഒരു ഐറ്റം ആണല്ലോ അല്ലേ, ചേമ്പും താളും. എല്ലാ വീടുകളിലും തന്നെ കാണും. അപ്പോൾ നമുക്കത് വെച്ച് എങ്ങനെ ഒരു തോരൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ വെള്ളമൊക്കെ വരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക, കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം തീ കുറച്ചിടുക. തീ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിടുക. അപ്പം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ടു ഇതിലേക്ക്. ഇവിടെ ഞാൻ വറ്റൽമുളക് ഇടുന്നില്ല, പകരം ഞാൻ പച്ചമുളകാണ് ഇതിന് ചേർക്കുന്നത്. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, പകരം പച്ചമുളകാണ് ഈ തോരന് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഉഴുന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഉഴുന്നിട്ട് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഉഴുന്ന് കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്നിടം വരെ നമ്മൾ നോക്കും. ലൈറ്റ് ബ്രൗൺ പോലെ വരും. അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ കരിഞ്ഞ ചുവയായിരിക്കും. അപ്പോൾ അത് കൊള്ളൂല, കരിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും താള് കൊത്തി അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി അത് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ചേമ്പും താള അതുപോലെ തന്നെ ഞാൻ കൊത്തി അരിയുവാണ്, പിഴിഞ്ഞിട്ടുമില്ല. ഓക്കെ. അപ്പം ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ നിറം വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും താള് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും താള്. ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും താള് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് ഉപ്പിട്ടൊന്നും തിരുമിയതൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ചേമ്പും താള് വൃത്തിയായിട്ട് കഴുകി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും താളാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ചേമ്പും താള് എല്ലാം തന്നെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. പലരും പല രീതിയിൽ അരിയുന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ കൊത്തി അരിയാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ കൊത്തി അരിഞ്ഞ് തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വെള്ളമുണ്ട്, ചേമ്പും താളിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ. അപ്പം ഇതിളക്കി ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, ഒന്ന് ചൂടാവട്ടെ. അപ്പം അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി പൊടി ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തേക്ക് സവാള, ഒരു വലിയ സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇവിടെ എരിവ് കുറച്ച് മതി. അപ്പം നിങ്ങൾ അതനുസരിച്ച് ചേർക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനപ്പോൾ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇതിന് പച്ചമുളക് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം ഇതും കൂടെ ഇനി നമുക്ക് അരിഞ്ഞ് അടുപ്പിൽ വെച്ചിരിക്കുന്ന ചേമ്പും താളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തി വെക്കുകയാണ്. ഓക്കെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇത്രയും ഉപ്പേ ചേർക്കുന്നത്. കാരണം ഇത് ചേമ്പും താളല്ലേ, ഇത് ഒന്ന് അവിയുമല്ലോ. അവിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഉപ്പ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഓക്കെ. ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഇനി ബാക്കിയുള്ള പൊടി ഐറ്റംസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയൊരു സ്പൂണിന് മഞ്ഞൾപ്പൊടി ചേർത്തു.
പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പം മല്ലിപ്പൊടി പക്ഷെ ഒത്തിരി ഇടരുത്, എന്നാൽ ആവശ്യത്തിന് വേണം താനും. ഓക്കെ, അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഇളക്കി ഇതേപോലെ തന്നെ തട്ടിപ്പൊത്തി വെക്കുക. ഇത് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ, തീ കൂട്ടി വെക്കണ്ട. തീ കുറച്ച് വെച്ച് തന്നെ ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനകത്ത് വെള്ളം തന്നെ ഇറങ്ങി അത് വെന്തോളും. അപ്പം കുഴയത്തുമില്ല. ഇതുപോലെ ഒന്ന് പൊത്തി ഒന്ന് ഇടയ്ക്കൊന്ന് മാത്രം ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് വെന്തോളും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പിഴിഞ്ഞ് കളയേണ്ട ഒന്നുമില്ല. ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ പിഴിഞ്ഞൊന്നും കളഞ്ഞിട്ടില്ല. ചേമ്പുംതാൾ അതുപോലെ തന്നെ എടുത്തേക്കുവാണ്. ഈ മഴ സമയത്ത് എടുക്കുമ്പോഴാണ് ചേമ്പുംതാളിൽ കൂടുതൽ വെള്ളം കാണുക. ആ സമയത്ത് നമ്മൾ പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഈ സമയത്തൊന്നും പിഴിഞ്ഞെടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടില്ല. അപ്പം ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ തിരുമ്മി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് ഇത്രയും തേങ്ങ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം ഈ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഐറ്റമായിട്ടുള്ള തേങ്ങ, നമ്മൾ ഇവിടെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എപ്പോഴും തേങ്ങയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങയെ ഇവിടെ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇതുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഒത്തിരി അങ്ങ് നമ്മൾ കുഴയ്ക്കരുതിട്ട്, കാരണം വെള്ളവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചകഞ്ഞിട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഒത്തിരി ഇട്ട് കുഴയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതൊന്ന് തേങ്ങയും അതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പിടിക്കുന്നിടം വരെ. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ ഇട്ട് ഇത് തോർത്തിയെടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് തേങ്ങയും കൂടെ ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും വെക്കുകയാണ്. ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിത് നിരത്തിയിട്ട് തോർത്തിയെടുക്കാം. ഞാനിവിടെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചേമ്പുംതാൾ അടച്ചു വെച്ച് ഉണ്ടാക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഒത്തിരി നേരമായിട്ട് ഇളക്കരുത്. അതുപോലെ തീ കുറച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ മല്ലിപ്പൊടി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒത്തിരി കിട്ടുമെന്ന് ധരിക്കരുത്. മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ചേമ്പുംതാൾ തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചേമ്പുംതാൾ തോരൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഇതായി കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. തുറന്ന് വെച്ച് തന്നെയാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അടച്ചു വെച്ചാൽ ആ ആവി വെള്ളവും കൂടെ ഇതിനകത്ത് വീഴും, കുഴയും. അതുകൊണ്ട് അത് ചെയ്യും. പിന്നെ ഒത്തിരി ഇട്ട് നമ്മൾ ഇളക്കുകയും ചെയ്യരുത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചേമ്പുംതാൾ തോരൻ ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.